എന്നെ വേണ്ടാത്തവർക്ക് എന്റെ മോളെയും വേണ്ടല്ലോ. പിന്നെന്തിനാ ഞാൻ അറിയിക്കുന്നത്? എന്നാലും സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ? മോളെ കാണണമെന്ന് ആഗ്രഹിച്ച് വന്നാലോ? സ്വന്തം കുഞ്ഞല്ലെന്ന് വിശ്വസിച്ച് നടക്കുന്നവർക്ക് എന്ത് മാറ്റം വരാനാ? ഒരു മാറ്റവും വരില്ല. ദാ, ഇതും കൂടി കഴിക്കേ. എനിക്ക് മതി. ഏയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതും കൂടി കഴിക്കണം. കഴിച്ചേ വെക്കൂ. വായിലൊന്നും ഒരു രുചിയും തോന്നുന്നില്ല രോഹിത്തെ. പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നേ? എന്നാലും ഇതും കൂടി കഴിക്കേ. ഇതെന്താ ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് മുഴുവനെ രണ്ടാളും കൂടി തിന്നു തീർക്കാം? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാ രോഹിത്ത്. എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അല്ലെങ്കിൽ എനിക്കൊരു ഓറഞ്ച് പൊളിച്ചു വെക്കണമെന്ന് രോഹിത്തിന് തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ പ്രസവിച്ച് കിടക്കുന്നത്, ശാരികയല്ലേ. നീ ചെയ്യേണ്ട കാര്യമാ ഞാനിവിടെ ചെയ്യുന്നത്. അതിനെ വല്യേച്ചിക്ക് ഓറഞ്ച് പൊളിച്ച് തിന്നാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖമൊന്നും അല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഈ സമയത്ത് പോഷകമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് രോഹിത്ത് തന്നെയാ ഓറഞ്ച് പൊളിച്ചു തന്നോണ്ടിരുന്നേ. സ്നേഹത്തോടെ എന്റെ അനിയൻ എനിക്ക് ഓറഞ്ച് പൊളിച്ചു തരുമ്പോ പിന്നെ ഞാനെങ്ങനെയാ വേണ്ടെന്ന് പറയുന്നേ? ഓ, ചേച്ചിക്ക് ഓറഞ്ച് പൊളിച്ചു തരാൻ വേണ്ടിയായിരിക്കും അനിയൻ ജോലിക്ക് പോലും പോവാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതല്ലേ? ഇനി ഞാനിന്ന് ഉച്ചവരെ ലീവിലാണ്. രോഹിത് എന്തിനാ ലീവ് എടുക്കുന്നേ? ഇവിടെ ഞാനും അച്ഛനുണ്ടല്ലോ. ഉള്ള ജോലി കളഞ്ഞു കുളിച്ചിട്ട് പിന്നെയും ജോലി തപ്പി ഇറങ്ങാനാണോ ഭാവം? ജോലിയൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല ശ്യാമേ. ഇനി പോയാൽ തന്നെ മറ്റൊരു ജോലി കണ്ടെത്തില്ലേ? ഈ കിട്ടിയിരിക്കുന്നത് ഗവൺമെന്റ് ജോലിയൊന്നും അല്ലല്ലോ. ആ, രോഹിത്തിന് എന്തിനും നല്ല ധൈര്യമാണല്ലോ. ആ, ഇനി പോയാൽ തന്നെ കഴിഞ്ഞുകൂടാ കുടുംബശ്രീ ചായക്കടയുണ്ടല്ലോ അല്ലേ? ദേ ശ്യാമേ, കുടുംബശ്രീ ചായക്കട കണ്ടിട്ടൊന്നുമല്ല ഈ രോഹിത് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ, അതും ശാരദമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. അതെ, സഹായം ആർക്കാണെന്നൊക്കെ ഞാൻ കണ്ടു. നീ എന്താടി ഒരുമാതിരി മുള്ളും മൊനെ വെച്ച് സംസാരിക്കുന്നേ? മുള്ളും മൊനയും വെച്ചത് ഞാനാണോ? എന്താ നിന്റെ അച്ഛാ, ഞാൻ പറയാം. രോഹിത് ജോലിക്ക് പോവാതെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അച്ഛാ, ഞാനിന്ന് ഉച്ചവരെ ലീവിലാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നേ. പക്ഷെ ഇവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഉള്ള ജോലി കളഞ്ഞു കുളിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ ആരെ ശുശ്രൂഷിക്കാൻ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അതെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട. രണ്ടുപേരും വീട്ടിലേക്ക് പോക്കോ. അവിടെ ശാന്ത ഒറ്റയ്ക്കാണ് കടയിലെ കാര്യങ്ങൾ നോക്കുന്നത്. നീ പോയിട്ടേ ശാന്തയെ സഹായിക്കേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ബില്ലിലെ ക്യാഷ് ഉടനെ അടയ്ക്കണം കേട്ടോ. 80,000 രൂപയോ? ഇൻക്യുബേറ്ററിന്റെ വാടക കൂടി ചേർത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഇല്ലെങ്കിൽ കുട്ടിയെ കിടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛാ, അതിങ്ങ് വന്നേ. ഇതിപ്പോ ഉടനെ അടക്കണമെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും വഴി കാണണമല്ലോ മോനെ. ഇരിക്കിരിക്കെ. ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ലെന്ന് അതിപ്പോ ആര് വന്നാലും. അമ്മേ, ഒരെല്ലാം കൂടി ഇടണം. തൂസനല്ല തന്നെ ആവട്ടെ. നമ്മുടെ സദ്യക്ക് കിട്ടിയ VIP യാ. അല്ല, അറിയാലോ എന്റെ അമ്മ. അമ്മേ, നോക്കി നിൽക്കാൻ നമ്മ ഒരെല്ലാം കൂടി ഇട്. വിളമ്പി വെച്ചേക്കല്ലേ, ഇങ്ങോട്ടിരിക്കാം. വാ, അങ്ങോട്ട് ഇരിക്കേ ചേച്ചി. ചെന്നിരിക്കു ശാലിനി. ഇരുന്നോ. ഇരിക്കേ. അല്ല, നീ എവിടെ പോന്നു? അവിടെ ഇരിക്കേ. വീഡിയോ
നമ്മുടെ VIP ഗസ്റ്റ് അല്ലേ? അമ്മേ നോക്കി നിൽക്കാതെ ചോറ് വിളമ്പി കൊടുക്ക്. ആ മതി 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 മതി. ശാലിനി ചേച്ചി പുറത്തു വന്നെന്ന് ഏട്ടൻ എങ്ങനെ മനസ്സിലായി? കാറിന്റെ ശബ്ദം പോലും ഇവിടുത്തെ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ലല്ലോ. അത് എനിക്കങ്ങനെ തോന്നി. അത് എന്താന്ന് വെച്ചാ ഞാനെന്ത് പറയാനാ? മോളെ, ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് വെച്ചുണ്ടാക്കിയതാ. അതുകൊണ്ട് കറികളൊന്നും അത്ര നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടുണ്ടല്ലോ. ആ. അതെ, പിറന്നാളുകാരൻ പായസം വരെ കുടിച്ചിട്ടേ എഴുന്നേക്കാൻ പാടുള്ളൂ. അമ്മ എടുത്തോ. ഇല്ലെങ്കി ഇവൻ കഴിക്കില്ല മോളെ. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറുതെ ആവും. രേവതി നാളല്ലേ? മുൻഷുണ്ടിയുടെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാ അയാളുടെ നാള്? രേവതി. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ശിവന്റെ നാള് രേവതിയാണോ? അതെ. പറഞ്ഞതുപോലെ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിക്കും. അതാണ് പ്രകൃതം. പിന്നെ മനസ്സ് സത്യസന്ധ, അത് മാത്രമാ ഏക ആശ്വാസം. പിറന്നാളായിട്ട് എന്തിനാമ്മ എന്നെ ഇങ്ങനെ വാരുന്നേ? ഇന്നത്തെ ദിവസം എന്നെ ഒഴിവാക്കിത്താ.